സാർ, താഷ്കൻഡിൽ വെച്ച് അന്തരിച്ച നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി, അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞനായ ഹോമി ജെ ഭാഭ, ഇവരുടെ രണ്ടുപേരുടെയും മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കഥയമയിലൂടെ പ്രേക്ഷകരുമായിട്ട് അതൊന്ന് പങ്കുവെച്ചൂടെ? അതായത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ലാൽ ബഹദൂർ ശാസ്ത്രിയെയും ഹോമി ജെ ഭാഭയെയും CIA അമേരിക്കൻ ചാരസംഘടന കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരം ഞാൻ പറയുന്നത് ഈ 2013 കോൺവെർസേഷൻസ് വിത്ത് ദ ക്രോ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നുള്ള വിവരമാണ്. അത് എഴുതിയത് അമേരിക്കൻ പത്രപ്രവർത്തകൻ ഗ്രിഗറി ഡഗ്ലസ് ആണ്. ഗ്രിഗറി ഡഗ്ലസ് എഴുതിയ കോൺവെർസേഷൻസ് വിത്ത് ദ ക്രോ എന്ന് പറഞ്ഞ പുസ്തകം. ഈ ക്രോ എന്നതിൽ പറയുന്നത് ക്രോലി എന്ന് പറഞ്ഞ ആളെ CIA വിളിച്ചിരുന്നത് വെച്ചിട്ടാണ് ക്രോലി എന്നാണ് പേര്. അപ്പോൾ ഓഫീസിലൊക്കെ ക്രോ ആണ് വിളിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ മുഴുവൻ പേര് റോബർട്ട് ക്രോലി എന്നായിരുന്നു. ഈ CIA ഓപ്പറേഷൻസിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ്, രണ്ടാമൻ ആയിരുന്നു. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ കോവർട്ട് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ രഹസ്യ ഓപ്പറേഷനുകൾ. കുറച്ചുകൂടി ശരിക്കും പറയുകയാണെങ്കിൽ അധോലോക ഓപ്പറേഷനുകൾ, അതിൻ്റെ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഓപ്പറേഷനുകളുടെ വിഭാഗത്തിലെ രണ്ടാമൻ ആയിരുന്നു റോബർട്ട് ക്രോലി. അപ്പം റോബർട്ട് ക്രോലി ഗ്രിഗറി ഡഗ്ലസിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് കോൺവെർസേഷൻസ് വിത്ത് ദ ക്രോയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെ താഷ്കൻഡിൽ കൊന്നത്. അത് കഴിഞ്ഞ് 13 ദിവസം കഴിഞ്ഞിട്ടാണ് വിമാന അപകടത്തിൽ നമ്മുടെ ആണവ മേധാവി ഹോമി ജെ ഭാഭ, പാഴ്സിയാണ്, ഹോമി ജഹാംഗീർ ഭാഭ. അപ്പോൾ അത് പേർഷ്യൻ പേരാണ്. അപ്പോൾ പാഴ്സികൾക്ക് ജഹാംഗീർ, ഫിറോസ് എന്നൊക്കെ പേരുണ്ടാകാം. ഈ ഫിറോസ് ഗാന്ധി പാഴ്സിയാണല്ലോ, അത് മുസ്ലിം പേരല്ല, പേർഷ്യൻ. മറ്റേ ഇറാനിൽ നിന്നുള്ളവരാണല്ലോ പാഴ്സികളും. അപ്പോൾ ഈ രണ്ടുപേരുടെയും മരണങ്ങൾ തമ്മിൽ 13 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അത് തന്നെ വളരെ ദുരൂഹമായ കാര്യമാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള താഷ്കൻഡിൽ ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുന്നത് 1966 ജനുവരി 11 അന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 13 ദിവസം കഴിഞ്ഞപ്പോഴാണ് വിമാനാപകടത്തിൽ ഹോമി ഭാഭ കൊല്ലപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് അവിടെ ലാൽ ബഹദൂർ ശാസ്ത്രി പോയത്? ലാൽ ബഹദൂർ ശാസ്ത്രി പോയത് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിൻ്റെ സമാധാന ഉടമ്പടി ഒപ്പിടാനാണ് പോയത്. ഒപ്പിട്ടിട്ട് അടുത്ത നാൾ അദ്ദേഹം താഷ്കൻഡിൽ മരിച്ചു കിടന്നു. ഇന്ത്യയിലൊന്നുമല്ല, താഷ്കൻഡിൽ പോയ സമയമാണ് നോക്കിയിരിക്കുന്നത്. ഭാഭ മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 101 കാഞ്ചൻജംഗ, അത് വിമാനം തകർന്നു വീണ് മോൺ ബ്ലാങ്ക് പർവ്വതത്തിൻ്റെ മുകളിൽ തകർന്നു വീണ് ജനുവരി 24, 1964 ജനുവരി 24 ആ വിമാന ദുരന്തം. മറ്റേത് ജനുവരി 11. ജനുവരി 11 ശാസ്ത്രി, ജനുവരി 24 ഭാഭ. അപ്പോൾ ഒന്നിച്ച് തീർക്കണം എന്ന കണക്ക് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഈ റോബർട്ട് ക്രോലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻസൊക്കെ നടത്തിയ റോബർട്ട് ക്രോലി ഈ 2000 ഒക്ടോബർ 8 ആണ് റോബർട്ട് ക്രോലി CIA ചേർന്നത്. അതിനു മുമ്പ് പല ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് പ്ലാൻസ്, അതിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് പ്ലാൻസ് CIA, അതിനെ പൊതുവെ അവിടെ വിളിച്ചിരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡർട്ടി ട്രിക്സ് എന്നാണ്. ഈ വൃത്തികേടുകൾ, തോന്നിയാസങ്ങളൊക്കെ ഡർട്ടി ട്രിക്സ് കാണിക്കുന്ന CIA വിഭാഗം, അതിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്.
ഈ ഡഗ്ലസ് നേരത്തെ തന്നെ, ഈ പത്രപ്രവർത്തകൻ ഡഗ്ലസ് നേരത്തെ തന്നെ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡഗ്ലസിനെ 1993 റോബർട്ട് ക്രോലി വിളിച്ചു ഫോണിൽ. എന്നിട്ട് ഫോണിൽ പരിചയമായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ഇങ്ങനെ നിരന്തരം വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരങ്ങളിലൊക്കെ ധാരാളം വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ക്രോലി ആണെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചികിത്സയിലുമൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഈ ഡഗ്ലസ്, ഈ ക്രൗലി ഫോണിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും ഭാവയും CIA ഓപ്പറേഷനിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഈ പുസ്തകത്തിൽ വിവരം വരുന്നത്. അപ്പോൾ അതിൽ ഈ രണ്ടുപേരെയും CIA കൊന്നതാണെന്ന് പറയുന്ന ആ സംഭാഷണ ഭാഗം ഞാൻ മലയാളത്തിൽ പരിഭാഷ ചെയ്തു വായിക്കാം. ഈ ക്രോലി പറയുകയാണ് ഡഗ്ലസിനോട് ഫോണിൽ, ബാബ അപകടകാരിയായിരുന്നു. ആ അപകടം നിർഭാഗ്യമായിരുന്നു. വിയന്നയിലേക്ക് പറക്കുകയായിരുന്നു അയാൾ. പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വിയന്നയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ 707 വിമാനത്തിൽ ബോംബ് വെച്ചതാണ്. കാർഗോ മേഖലയിലാണ് ബോംബ് വെച്ചത്. ആൽസ് പർവ്വതത്തിൽ അത് തകർന്നു വീണു. തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെന്ത് വിമാനമാണെന്നപ്പോൾ ഡഗ്ലസ് ചോദിക്കുന്നുണ്ട്, എന്ത് വിമാനമായിരുന്നു. ഇനി അപ്പോൾ പറയുന്നുണ്ട്, മറ്റേ ക്രൗലി പറയുകയാണ്, യാത്രാ വിമാനമായിരുന്നു. വിയന്നയ്ക്ക് മുകളിൽ വേണമെങ്കിൽ, വിയന്നയ്ക്ക് പോവുമായിരുന്നല്ലോ, അതെ, വേണമെങ്കിൽ വിയന്നയുടെ മുകളിൽ വെച്ച് തകർക്കാമായിരുന്നു. പക്ഷേ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നഗരത്തിൻ്റെ മുകളിൽ വേണ്ട. പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചാണ് തകരുന്നതെങ്കിൽ അത് തകരുമ്പോൾ 2-3 മലയാടുകൾ മാത്രമേ മരിക്കുള്ളൂ. നഗരത്തിൻ്റെ മുകളിലാണെങ്കിൽ വേറെ ആളുകളൊക്കെ മരിച്ചു പോകുമായിരുന്നു. ഒരുപാട് മനുഷ്യന്മാർ കൊല്ലപ്പെടുമായിരുന്നു. എന്നിട്ട് അയാൾ തുടരുകയാണ്, ഞങ്ങൾ ശാസ്ത്രിയെയും തീർത്തു. പശുസ്നേഹിയായ മണ്ടനായിരുന്നു. ശാസ്ത്രിയെ പറ്റി പറയുകയാണ്. ശാസ്ത്രി ആരാണെന്നൊന്നും ഡഗ്ലസിന് അറിയില്ല. അയാൾ ഇങ്ങനെ പറയാ, ഞങ്ങൾ തന്നെയാണ് ശാസ്ത്രിയെ തീർത്തത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോൾ ആരാണ് ശാസ്ത്രി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പശുസ്നേഹിയായ മണ്ടൻ, ഗോസ്നേഹിയായ മണ്ടൻ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ക്രോലി, അവർ അന്ന് അണുബോംബിനടുത്തെത്തിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെ അവർ ശരിപ്പെടുത്തിയാലോ ഒരുപാട് ആളുകൾ ഇല്ലാതാവും. മുയലിനെ പോലെ പെറ്റുകൂട്ടുന്നവരാണ് ഇവരൊക്കെ. പാമ്പുകളെ ആരാധിക്കുന്ന തെമ്മാടികൾ, പാമ്പിനെയൊക്കെ ആരാധിക്കുന്ന തെമ്മാടികളാണ് ഈ ഇന്ത്യക്കാരെന്ന്. പാമ്പിനെയൊക്കെ ആരാധിക്കുന്നവർ. എന്തിനാണാവോ ബ്രിട്ടൻ അവരെ അവിടെ പോയത് എന്ന് പറഞ്ഞാൽ, ബ്രിട്ടൻ നമ്മളെ കോളനി ആക്കിയല്ലോ, എന്ത് കണ്ടിട്ടാണ് പോയതെന്ന്. ബ്രിട്ടൻ അവർ റഷ്യക്കൊപ്പം ചാക്കിൽ കയറി. ഇന്ത്യ റഷ്യയുടെ കൂടെ ആയിരുന്നല്ലോ. ഇനി ഇന്ത്യ എന്നൊന്നും പറയുന്നില്ല, ലോസ് ആഞ്ചലസോ പനാമ കനാലോ ഒക്കെ അവർ തകർത്തേനെ. അതായത് അണുബോംബ് ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ലോസ് ആഞ്ചലസിലൊക്കെ കൊണ്ടുപോയി ഇട്ടേനെ എന്നൊരു പേടി ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഈജിപ്തിൽ ഒക്കെ പോയി എന്തെങ്കിലും ചെയ്തോ. അപ്പോൾ ഡഗ്ലസ് ചോദിക്കുന്നുണ്ട്, ആരാ ശാസ്ത്രി എന്ന് ചോദിക്കുന്നുണ്ട്. ആ പരിപാടി ആദ്യം തുടങ്ങിയ രാഷ്ട്രീയക്കാരൻ, ഈ അണുബോംബ് നിർമ്മാണം. ബാബ ജീനിയസ് ആയിരുന്നു, കാര്യങ്ങൾ എങ്ങനെയും സാധിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് രണ്ടിനെയും തട്ടി. ഏഷ്യയുടെ നെൽകൃഷി തകർക്കാൻ ഞങ്ങൾ പദ്ധതി ഇട്ടിരുന്നു. നമ്മൾ ഈ അരി ഒരുപാട് കഴിക്കുന്നവരാണല്ലോ, ചോറ്, അത് വേണ്ടാന്ന് വെച്ചിട്ട്. ഏഷ്യയുടെ നെൽകൃഷി തകർക്കാൻ ഞങ്ങൾ പദ്ധതി ഇട്ടിരുന്നു. രോഗം ഞങ്ങൾ സൃഷ്ടിച്ചു. അവർക്ക് പക്ഷെ വിവരം കിട്ടി, ബഹളം ഉണ്ടാക്കി. ബാബ പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യ ശാന്തമായി.
മാവോയെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ. റഷ്യക്കാരുമായി ഞങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തിരുന്നു. അമീൻ. മാവോയെ തട്ടുന്ന കാര്യവും ശാസ്ത്രീയ തട്ടുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്തിരുന്നു. റഷ്യയുമായി ചർച്ച ചെയ്തിരുന്നു. സത്യത്തിൽ റഷ്യയും അമേരിക്കയും ശീത സമരമാണെന്നല്ലേ നമ്മൾ കരുതുക. അതെ. ഇത് KGBയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നു എന്നാണ് ഈ പറയുന്നത്. ചിലപ്പോൾ അവരുമായും ബിസിനസ് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ KGBയുമായിട്ടും CIA കച്ചവടം ഉണ്ടായിരുന്നു എന്ന്. 1948 ഇനിയിപ്പോൾ ഈ റോബർട്ട് ക്രോലി പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാനൊരു പശ്ചാത്തലം പറയാം. 1948 നമ്മൾ ആണവോർജ കമ്മീഷൻ ഉണ്ടായി ഇന്ത്യയിൽ. നെഹ്റു അണുബോംബ് നമ്മൾ ഉണ്ടാക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. 1954 ട്രോംബെയിൽ ബാർക്ക് ഉണ്ടായി, ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ. അതെ. 1955 നമുക്ക് കാനഡ റിയാക്ടർ തന്നു, ആണവ റിയാക്ടർ. അമേരിക്ക ഹെവി വാട്ടർ തന്നു. 1960 ജൂലൈയിൽ ഏതാണ്ട് നമുക്ക് അണുബോംബിൻ്റെ ഒക്കെ അടുത്തെത്തി നമ്മൾ. സൈറസ് എന്നായിരുന്നു റിയാക്ടറിൻ്റെ പേര്. അത് കാനഡ ഇന്ത്യ യൂട്ടിലിറ്റി സീരീസ് എന്നുള്ളതിൻ്റെയൊക്കെ ഷോർട്ട് ഫോമാണ് ഈ സൈറസ് എന്ന് പറയുന്നത്. വെപ്പൺസ് ഗ്രേഡ് പ്ലൂട്ടോണിയം നമ്മൾ എന്ന് പറഞ്ഞാൽ സമ്പുഷ്ട പ്ലൂട്ടോണിയം നമ്മൾ ആക്റ്റീവ് ചെയ്തിരുന്നു ആ സമയത്ത്. ഇനി അത് ബോംബാക്കി മാറ്റേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ ശാസ്ത്രീയം ബാബയും തട്ടിക്കളയുന്നത്. നമ്മൾ പക്ഷേ ഈ ആണവ ബോംബ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്നതിൻ്റെ ഒരു കാര്യം 1962 ഒക്ടോബറിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ആ യുദ്ധത്തിൽ ഇന്ത്യ തോറ്റുപോയി. അങ്ങനെയാണ് നമ്മൾ ചൈനയ്ക്കെതിരെ എന്നുള്ള നിലയ്ക്കാണ് അണുബോംബ് ഉണ്ടാക്കുന്നത്, പാകിസ്ഥാനെതിരെ എന്നുള്ള നിലയ്ക്കല്ല. ചൈനയെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം പിന്നീട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ 1962 ഒക്ടോബറിൽ നമ്മൾ ആക്രമിച്ചു ചൈന. 1964 ഒക്ടോബറിൽ ചൈന ആണവ പരീക്ഷണം നടത്തി. അപ്പോൾ പിന്നെ നമ്മൾ നടത്തണമല്ലോ. അപ്പോൾ ശാസ്ത്രീയ ബാബാബോയ് കൺവിൻസ് ചെയ്തു, നമ്മൾ ബോംബ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ, ചൈന ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. 1965 ഫെബ്രുവരിയിൽ ഈ വക കാര്യങ്ങൾക്കായിട്ട് ബാബ അമേരിക്കയിൽ പോയി. നമുക്ക് സഹായമൊക്കെ കിട്ടണം ചോദിച്ചു പോയതാണ്. അന്ന് സഹായിച്ചില്ല അമേരിക്ക. പക്ഷേ അവിടുത്തെ വിദേശകാര്യ അണ്ടർ സെക്രട്ടറി ജോർജ് ബോളിനോട് ബാബ പറഞ്ഞു, നിങ്ങൾ തന്നാലും കൊള്ളാം തന്നില്ലെങ്കിലും കൊള്ളാം, അടുത്ത 18 മാസത്തിൽ ഞങ്ങൾ അണുബോംബ് ഉണ്ടാക്കിയിരിക്കും. ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നാൽ ഞങ്ങൾ 6 മാസത്തിൽ അണുബോംബ് ഉണ്ടാക്കും, അല്ലെങ്കിൽ 18 മാസത്തിൽ, 1.5 കൊല്ലം കൊണ്ട് ഞങ്ങൾ അണുബോംബ് ഉണ്ടാക്കിയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കുന്നത്, അങ്ങനെ വിദേശകാര്യ അണ്ടർ സെക്രട്ടറി ജോർജ് ബോളിനോട് സംസാരിച്ചതൊക്കെ ജോർജ് ബോൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. CIA കയ്യിലൊക്കെ എത്തിക്കാണുമല്ലോ ഇന്ത്യ ഇത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അങ്ങനെ ബാബ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ലേ? രഹസ്യമല്ലേ. പക്ഷേ ബാബ അത് രഹസ്യമാക്കി അവിടെ മാത്രമല്ല പരസ്യപ്പെടുത്തിയത്. 1965 ഒക്ടോബറിൽ ആകാശവാണിയിൽ ബാബ വെളിപ്പെടുത്തിയിരുന്നു, 18 മാസത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യ ആണവ ശക്തിയാകും. അത് ശരിക്കും അബദ്ധമായി പോയി അല്ലേ? പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മൾ ഈ ശാസ്ത്രീയം ബാബയും ഒക്കെ CIA വക വരുത്തിയത് കൊണ്ട് നമ്മൾ 1974 മെയ് 18 ആണ് ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള പേരിൽ പൊക്രാനിൽ നമ്മൾ ആണവ പരീക്ഷണം നടത്തുന്നത്. അത് 1966 നമ്മൾ ചെയ്യേണ്ടത് പിന്നെയും 8 കൊല്ലം വൈകിപ്പോയി. നമ്മൾ പിന്നെ ഒരുപാട് പിന്നോട്ടടിച്ചു. നമുക്കിത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയമൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഒരു ഗുണഭോക്താവ് ശാസ്ത്രിയുടെ മരണത്തിൻ്റെ ഇന്ദിരാഗാന്ധിയാണ്. പെട്ടെന്ന് അടുത്ത പ്രധാനമന്ത്രിയാകുന്നല്ലേ ആയി ഇന്ദിരാഗാന്ധി. അങ്ങനെ പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടില്ല.
എന്തായാലും ഈ പറയുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം സംബന്ധിച്ച് വലിയ കേട്ടുകേൾവിയില്ലാത്ത കുറേ നിഗൂഢതകളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഹോമി ജെ ബാബയുടെ കാര്യത്തിലും ഇത്തരം കേട്ടിട്ടില്ലാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു പുതിയ അറിവായിരിക്കും നമ്മൾ കഥേമമ്മയിലൂടെ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.